എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമുക്കിന്ന് നല്ലൊരു മട്ടൻ കറി വെച്ചെടുക്കാവേ. അതിനായിട്ട് ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു 2 ഇടത്തര സവോളയാണ് അരിഞ്ഞ് ചേർത്തിരിക്കുന്നത്. അത് ചേർത്തതിന് ശേഷം നമുക്ക് അതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ സവോള പെട്ടെന്ന് വെന്ത് കിട്ടും. അതിനായിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. അതിന് ശേഷം ഒരു 2-3 പച്ചമുളകും കൂടെ കീറിയതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു 3-4 കുരുമുളകും കൂടെ ചതച്ചതാണ്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ 1 കിലോ മട്ടനുള്ള ഗ്രേവിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ 5-6 കുരുമുളകും ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു വലിയ ടേബിൾ സ്പൂൺ നിറച്ച് മീറ്റ് മസാലയും ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അതും കൂടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് മൂത്ത് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ചെറുതീയിൽ വെച്ച് വേണം ഇളക്കി കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ പൊടികളെല്ലാം കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാനൊരു ഇടത്തരം തക്കാളി അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. തക്കാളിയൊക്കെ ഏകദേശം ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി, മൊത്തം ഒന്നും വഴണ്ടണ്ട. കാരണം നമ്മൾ കുക്കറിനകത്ത് പിന്നെ ഇറച്ചി ഇട്ടതിന് ശേഷം നമ്മൾ വിസിലടിപ്പിച്ചല്ലേ വേവിച്ചെടുക്കുന്നത്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തായതുകൊണ്ട് പിന്നീട് നമ്മൾ ബാക്കി തക്കാളി സവോളയൊക്കെ വെന്ത് കിട്ടിക്കോളും. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്ന ഒരു 1/2 ടീസ്പൂണോളം പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്. അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അതിൻ്റെയും പച്ചമണം ഒന്നും മാറി വരുന്നവരെ ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മൾ കഴുകി വെള്ളം വരാൻ വെച്ചിരുന്ന മട്ടനാണ്. അപ്പോൾ 1 കിലോ മട്ടനുണ്ട്, അതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ആ മസാലയും എല്ലാം മട്ടനെ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ ഇറച്ചി മസാലയെല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു 2-3 ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടെ ഇതിലേക്ക് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 2 ഗ്രാമ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. ഒരു 2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒത്തിരി വെള്ളം ചേർത്ത് കൊടുക്കണ്ട, അതിനാവശ്യമായ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. എന്നിട്ട് പോരെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മിക്സ് ചെയ്ത് നോക്കിയപ്പം കുറവുണ്ട്, കുറച്ചുകൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളിത് അടച്ച് വെച്ച് വേവിക്കുന്ന സമയത്ത് കരിഞ്ഞു പിടിക്കും. അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് എടുക്കാം. ഇപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുകയാണ്. ഇപ്പോഴാണ് നമ്മൾ സവോളയ്ക്ക് ഉപ്പിട്ടതിന് ശേഷം പിന്നെ നമ്മളിപ്പോഴാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. ഇനി ഇത് നമുക്കൊന്ന് മൂടി വെച്ച് വിസിലടിപ്പിച്ചെടുക്കണം. അപ്പം ഞാൻ ആദ്യം ഒരു 4 വിസിലടിപ്പിച്ചിട്ട് തുറന്ന് നോക്കിയായിരുന്നു, അന്നേരം വെന്തിട്ടില്ല. പിന്നെ ഒരു 3 വിസിലും കൂടി അടുപ്പിച്ചപ്പോഴത്തേനാണ് ഇത് വെന്ത് കിട്ടിയത്. ഇപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള മട്ടൻ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലുള്ള ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.